ഹലോ ഗായ്സ്, 100 ഡേയ്സ് ഓഫ് ചലഞ്ചിൻ്റെ 45th ഡേ ആണെന്ന്. ഇന്ന് ബാക്കിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്രോഗ്രാം ആക്കിയിട്ടുണ്ട്. പോസിങ് ചെറുതായിട്ടൊരു പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രോഗ്രാം വെച്ചാണ് ചെയ്യുന്നത്. പിന്നെ 2 കിലോ കയറ്റണമെന്നുണ്ട്, വെയിറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. 2 കിലോ ഗെയിൻ ചെയ്യാനുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് വർക്കൗട്ട് കേബിൾ ന്യൂട്രൽ ഗ്രിപ്പ് ലാറ്റ് പുൾ ഡൗൺ ആണ്. 10 മുതൽ 15 റെപ്പിറ്റേഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ആണ്. രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ആം കേബിൾ റോ ആണ്. അതും 4 സെറ്റ് 10 മുതൽ 15 റെപ്പിറ്റേഷൻ വരെ. അതും ക്ലോസ് ടു ഫെയിലിയർ ആണ് ചെയ്യേണ്ടത്. റൈറ്റ് ഹാൻഡിന് 15 ലെഫ്റ്റ് ഹാൻഡിന് 15 അടിക്കുന്നെങ്കിൽ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. 4 സെറ്റ് കംപ്ലീറ്റ് ചെയ്തടിക്കുക. റെസ്റ്റ് എടുക്കേണ്ട റെസ്റ്റ് എടുത്തടിക്കുക. മാക്സിമം ബ്ലഡ് ഫ്ലോ എത്തിക്കുക എന്നുള്ളതാണ്. ബാക്കാണ് എന്നുവെച്ചിട്ട് നല്ല ഷേപ്പായിട്ടിരിക്കും. വർക്കൗട്ട്സ് ഡിഫറെൻ്റ് ആയിട്ട് മാറി ചെയ്താലും നല്ല രീതിയിലുള്ള പമ്പ് കിട്ടുള്ളൂ. എപ്പോഴും ഒരേ പാറ്റേൺ ഒക്കെ ആണെങ്കിൽ തന്നെ ഒരു മാസത്തിൽ കൂടുതൽ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഡിഫറൻസ് വരും. ഞാൻ വീക്ക്ലി പ്രോഗ്രാം ചേഞ്ച് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഡംബൽ പുൾ ഓവറാണ്. അതും ക്ലോസ് ടു ഫെയിലിയർ ആണ്. 10 മുതൽ 15 റെപ്പിറ്റേഷൻ വരെ 4 സെറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ക്ലോസ് ടു ഫെയിലിയർ ആണ്. അതും മാക്സിമം സ്റ്റേൺ ആൻഡ് സ്റ്റഡി ആയിട്ട് ചെയ്യുക. ലൈറ്റ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഹെവി വെയിറ്റിലോട്ട് പോവുക. ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ മാക്സിമം വെയിറ്റിലോട്ട് പോവും. സെറ്റ് കൂടും. വെയിറ്റ് ഏതെങ്കിലും ഫെയിലിയർ ആവുകയാണെങ്കിൽ ഞാൻ സെറ്റ് കൂട്ടി വർക്കൗട്ട് ചെയ്യും. വീഡിയോസ് ജസ്റ്റ് എങ്ങനെ പോസ്റ്റർ മാത്രം മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജേർണി എങ്ങനെയാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് പല വേരിയേഷനിൽ കാണിക്കുന്ന വീഡിയോ. ഞാൻ അങ്ങനെയാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് എനിക്ക് കിട്ടുവരും. നാലാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈയിങ് ബാർബൽ റോ. 4 സെറ്റ് 10 മുതൽ 15 റെപ്പിറ്റേഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ആണ് അതും ചെയ്യേണ്ടത്. ഡംബൽ പുൾ ഓവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നാലാമത്തെ വർക്കൗട്ട് ലൈയിങ് ബാർബൽ റോ ആണ്. ഇച്ചിരി ഡിഫറൻ്റ് ആണ്. ബെഞ്ചിൻ്റെ ഇച്ചിരി പൊക്കമുള്ള ബെഞ്ചാണെങ്കിൽ ഇച്ചിരി നന്നായിട്ട് പ്രോപ്പറായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റും. ഞാൻ അതിന് പകരം 2 വെയിറ്റ് അടി വെച്ചിട്ട് ഇച്ചിരി ഹൈറ്റ് സെറ്റ് ചെയ്തിട്ടാണ് ഞാനിത് അടിച്ചത്. അതും 10 മുതൽ 15 റെപ്പിറ്റേഷൻ വരെ 4 സെറ്റും കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് മെഷീൻ റിവേഴ്സ് ഫ്ലൈ ആണ്. അതും 4 സെറ്റും 10 മുതൽ 15 റെപ്പിറ്റേഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ആയിരിക്കണം. സ്റ്റാൻഡ് ആൻഡ് സ്റ്റഡി ആയിട്ട് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും. അത് കഴിഞ്ഞുള്ള ലാസ്റ്റത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ സ്മിത്ത് മെഷീൻ ബെൻഡ് ഓവർ റോ ആണ്. അത് 10 മുതൽ 15 റെപ്പിറ്റേഷൻ വരെ 4 സെറ്റ് കംപ്ലീറ്റ് ചെയ്യുക. റെപ്പ് കൂടുന്നതനുസരിച്ച് മസിലിൻ്റെ പമ്പ് നമുക്ക് കൂടുന്നതാണ്. ലാസ്റ്റത്തെ വർക്കൗട്ട് സ്മിത്ത് മെഷീൻ ബെൻഡ് ഓവർ റോ ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പിറ്റേഷൻ വരെ. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.